നേതൃത്വ പാഠവത്തിൻ്റെ അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ പല വശങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രത്യേകമായ കാര്യമാണ് നമ്മളിനി ദിനേശ് തമ്പി സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ശരിക്കും പല രീതിയിൽ അതിനെപ്പറ്റി പറയാം. എന്നാലും ഞാൻ അതിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിനൊരു ലേണിംഗ് ലീഡർഷിപ്പ്, അതായത് ലീഡർഷിപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരു പർട്ടിക്കുലർ ലേണിംഗ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രമായിട്ട് നിന്നുകൊണ്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ അതിൻ്റെ മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനോ സാധിക്കുന്നിരിക്കത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് ലെവൽ ഓഫ് ലേണിംഗ് ഉണ്ടെങ്കിൽ പല തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അറിവ് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ലീഡർഷിപ്പ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ലേണിംഗ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഡൈനമിക് ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ലീഡർഷിപ്പ് നേതൃത്വ പാഠവും ഡൈനമിക് ആയിട്ട് ചേഞ്ച് കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് ലീഡർഷിപ്പിനെ കാണുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മൂവ്മെൻറ്റിൽ ഈ നോളജ് എക്കണോമി അല്ലെങ്കിൽ അറിവിൻ്റെ എക്കണോമി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ അറിവ് എന്ന് പറയുന്നത് ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോരോ പുതിയ അറിവുകൾ, ടെക്നോളജി അറിവാകാം, സാമ്പത്തികമായുള്ള അറിവാകാം, അറിവുകൾ നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുതിയ പുതിയ അറിവുകൾ വരുമ്പോഴത്തേക്ക് പല അറിവുകളും നമുക്ക് മാറ്റേണ്ടി വരും, നമ്മുടെ മനസ്സിനകത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ അറിവുകളുടെ അല്ലെങ്കിൽ ലീഡർഷിപ്പ്, ഈ അറിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മനസ്സിൽ അല്ലെങ്കിൽ അത് ആർജിച്ചു കൊണ്ടാകുന്ന ഒരു ഡൈനമിക് ലീഡർഷിപ്പിനെ പറ്റിയാണ് ഞാൻ ദിനേശ് തമ്പി സാറുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. സർ, ഇപ്പോൾ ആൾക്കാർ വരുന്ന ഒരു വാക്കുണ്ട് സാർ, ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന ഇതുണ്ട്. ഈ ലൈഫ് ലോങ് ലേണിങ്ങും ഈ ലീഡർഷിപ്പ് നമ്മൾ എന്താണ് സാർ ഒരു കണക്ട് നമുക്ക് വരും? നമ്മൾ നോർമലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ വെൻ യു വാണ്ട് ഓർ ഇഫ് യു ആസ്പയർ ടു എ ലീഡർഷിപ്പ് പൊസിഷൻ, പലരും അതിൻ്റെതായ കോഴ്സസ് ഉണ്ട്. പഴയ പോലല്ല, പണ്ടൊക്കെ ഈ സ്വിമ്മിങ് ബൈ കറസ്പോണ്ടൻസാണ്. യു ഗെറ്റ് ഇൻ ടു ദ സിറ്റുവേഷൻ, യു ലേൺ ത്രൂ ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗ്രോ എന്നുള്ള. ഇപ്പോൾ അതിൻ്റെതായ വെദർ ഇറ്റ്സ് മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, ഏതാണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. ബട്ട് ദാറ്റ് ഈസ് വൺ ആസ്പെക്റ്റ് ഓഫ് ഇറ്റ്. അത് സ്റ്റിൽ ലീഡർ ഇപ്പോൾ ഒത്തിരി ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും കാര്യങ്ങളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇറ്റ്സ് ഓൺലി എ തിയറി പാർട്ട് ഓഫ് ഇറ്റ്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പല പോയിന്റ്സും ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഫ്ലഡ് വരികയാണ്, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു MBA കോളേജിലും ആരും പഠിപ്പിക്കുന്നില്ല. പക്ഷെ അത് കാരണം അത് വരുന്ന കഴിയുമ്പം മൈ തിങ്കിങ് ഓർ വ്യൂ ഇസ്, നമ്മൾ ഈ പഠിച്ചത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, പ്രാക്ടിക്കലൈസ് ചെയ്യാനുള്ള ഒരു തിങ്കിങ് ഉണ്ടായിരിക്കണം. ഇറ്റ് നീഡ് നോട്ട് ബി നെസസറിലി ആ സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടല്ല, ആലോചിക്കുക ഇത് വരികയാണെങ്കിൽ അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വരുമ്പോഴും ഈ സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലേണിംഗ് ആസ്പെക്റ്റ് അത് വരുമ്പം ദെൻ കണക്റ്റഡ് വിത്ത് ദാറ്റ് വാട്ട് ഓൾ ഇസ് നീഡഡ് യു വിൽ ലേൺ. ആൻഡ് സാർ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി ആ ഒരു അൺലേണിംഗ് ആസ്പെക്റ്റ് യു ഷുഡ് റിയലി നോ വാട്ട് ടു അൺലേൺ and how to unlearn and when to unlearn, and also then relearn and learn aspect വരും. അതിലിപ്പം നോക്കിയാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ബുക്സ് ഇസ് ദ ഒൺലി മെക്കാനിസം. യു ഹാവ് ടു സിറ്റ് സംവെയർ, ബുക്ക് മേടിക്കുക, അല്ലെ ലൈബ്രറി പോവുക, അതെടുത്ത് വെച്ച് വായിക്കുക. അതല്ലാതെ വേറൊരു രീതിയിലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല, ഓഡിയോ ഉണ്ട്, വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മീഡിയം നോക്കുകയാണെങ്കിൽ ആക്ച്വലി സ്പീക്കിംഗ് വിഷ്വൽ മീഡിയ ഈസ് വെരി പവർഫുൾ. നമ്മളിപ്പം ഓടയിൽ നിന്നൊരു ബുക്ക് വായിക്കുന്നു, പക്ഷെ അത് ആ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് വെരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻഡ് ഓൾസോ യു ഡോണ്ട് ഹാവ് ടു സിറ്റ് സംവെയർ. ആൻഡ് ഈ ബുക്ക് വായിക്കണമെങ്കിൽ ഒരിടത്ത് ഇരുന്നാലേ പറ്റുള്ളൂ. നമ്മൾ നടക്കുമ്പോഴോ ഓടുമ്പോഴോ രാവിലെ എക്സസൈസ് ചെയ്യുമ്പോഴോ ഒന്നും പറ്റത്തില്ല. യു ക്യാൻ ലിസൺ ടു മ്യൂസിക്, ദാറ്റ് ഈസ് വൺ ആസ്പെക്ട്, ബട്ട് സം ടൈം ഇതിനും കൂടെ ചിലവാക്കും. അപ്പം ദ മീഡിയം ഓഫ് ലേണിംഗ് ഈസ് ഓൾസോ വെരി അക്കോമഡേറ്റീവ് നൗ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ദെൻ യു ഷുഡ് നോ ദർ ആർ സർട്ടൻ തിങ്സ് യു ഷുഡ് കീപ്പ് വാച്ച് ഓൺ ദ ട്രെൻഡ്സ്. ഇപ്പം എൻ്റെ ഒരു ഫീൽഡിൽ ഇപ്പോൾ IT നോക്കിക്കഴിഞ്ഞാൽ ആ ടെക്നോളജി മൂവ്മെൻറ്റ് അനുസരിച്ചുള്ള ഇൻഡസ്ട്രി മൂവ്മെൻറ്റ്, ഇപ്പോൾ റീറ്റെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഗെയിമിംഗ്, വേർ ടെക്നോളജി ഈസ് ഹൈലി ലിവറേജ്ഡ് ഫസ്റ്റ് ബൈ ദ ഗെയിമിംഗ് ഇൻഡസ്ട്രി, റീറ്റെയിലൊക്കെയാണ്. അപ്പോൾ ആ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്ന ഈ സ്വിഗ്ഗി, നമ്മുടെ കോവിഡ് ടൈമിൽ ഇപ്പം എറണാകുളത്ത് സ്വിഗ്ഗി, ലൈക്ക് ഓൺലി ദോസ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ അലൗഡ് ടു കം ഔട്ട് ഓഫ് ദ ഹൗസ്, ഡെലിവറി. ഇപ്പോൾ ഒരിക്കൽ നോക്കുമ്പോൾ ഇപ്പം സാറിൻ്റെ ബർത്ത്ഡേ, സാറ് വീട്ടിൽ ഇരുന്ന് ത്രൂ സൂം യു ക്യാൻ കണക്ട് ഓൾ ദ ഫ്രണ്ട്സ് ആൻഡ് വിഷ് വെർച്വലി അറ്റ്ലീസ്റ്റ് യു ആർ ഓൾ കണക്റ്റഡ്. പക്ഷേ സാറ് വീട്ടിലൊരു പായസം ഉണ്ടാക്കി അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്തു, ഇത് കൊണ്ടുകൊടുക്കാൻ ഒരു മാർഗ്ഗവുമില്ല.
സാറ് കഴിക്കാവുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർ നോക്കിയിരിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് സുഖി കെയിം ഔട്ട് വിത്ത് ദിസ് idea for Genie. Anything they can carry on a two-wheeler, they deliver in 60 rupees. That is on the spot. അപ്പോൾ അവർ ഒബ്സർവേഷൻ ഇസ് വൺ തിങ് ആൻഡ് ഓൾസോ ദാറ്റ് അൺലേണിങ് അവർ അത് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നിരുന്നെങ്കിൽ നടക്കില്ല. അതേ ഒബ്വിയസ്ലി ടെക്നോളജി എനേബിൾഡ് ഓൾ ദോസ് തിങ്സ് അഗ്രീഡ്. പക്ഷെ അത് ആരോ അത് നോക്കി കണ്ടുപിടിച്ച് എന്നിട്ട് അത് പ്രാക്ടിക്കലൈസ് ചെയ്തു. അവിടാണ് അത്. അപ്പം വാട്ട് എവർ യു ലേൺ യു ഷുഡ് ഓൾസോ, എല്ലാം പറ്റിയൊന്നും വരത്തില്ല, ബട്ട് യു ഷുഡ്, സോ ആ ട്രെൻഡ്സ് യു ഷുഡ് ഉണ്ടോ സപ്പോൾ റീറ്റെയിൽ അല്ലെങ്കിൽ വിച്ച് എവർ ദ ഡൊമൈൻ യു ആർ വർക്കിംഗ്, അതിൻ്റെ ടെക്നോളജി മൂവ്മെൻറ്റ്, ആ ഇൻഡസ്ട്രി മൂവ്മെൻറ്റ് അത് നോക്കുക. അത് കൂടാതെ സർട്ടൺ തിങ്സ് ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ് യു വാണ്ട് ടു റീഡ് സംതിങ്, യു ഷുഡ് ഓൾസോ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്നിട്ട് അതിൻ്റെ മെയിൻ ആസ്പെക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ യു ഷുഡ്, ആൻഡ് ഇഫ് യു ഹാവ് ദാറ്റ് ആൻഡ് in depth, if you want to go something as the need arises you can go in. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത്, ഇപ്പോഴത്തെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത്, അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൻ്റെ ലോകത്ത്, അല്ലെങ്കിൽ വളരെ ഡൈനാമിക് ആയിട്ട് മൾട്ടിമീഡിയ ഡേറ്റ വളരെ വിത്തൗട്ട് എനി ഒബ്സ്ട്രക്ഷൻസ് വളരെ ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻ ഓവർലോഡ് അതാ പറഞ്ഞു വന്നു. അതായത് ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും പഠിക്കാനും ലേൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഇൻഫർമേഷൻ ഓവർലോഡ് വന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു പരിഭ്രാന്തി, അല്ലെങ്കിൽ ഒരു ഹെയ്സിനെസ്, അല്ലെങ്കിൽ ശരിക്കും ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഒരു ആംബി ബാലൻസ് വളരെ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്കൊരു ഇപ്പോൾ അൺലേൺ റീലേൺ ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ എത്ര ക്ലാരിറ്റി നമുക്കത് കൊടുക്കാം അതിൽ നോക്കുകയാണെങ്കിൽ സാർ, അതിപ്പം ദി ലേറ്റസ്റ്റ് മെക്കാനിസം ഓഫ് ChatGPT ഡെഫിനറ്റ്ലി ഹെൽപ്സ് ഇൻ ദിസ് തിങ്. മറ്റേതങ്ങനല്ല, നമ്മളൊരു ഗൂഗിളിൽ പോയി ഒരു വേർഡ് വാട്ട് ഈസ് ദ ട്രെൻഡ്സ് ഹാപ്പനിങ് ഇൻ റീറ്റെയിൽ നോക്കിയാൽ ഒരുപാട് സൈറ്റ് വരും. പിന്നെ നമുക്കിത് ചിലപ്പോൾ അങ്ങ് നമ്മൾ 8ാമത്തെ പേജ് ഇരിക്കുന്ന സൈറ്റിലായിരിക്കും നമുക്ക് വേണ്ട റിലവൻറ്റ് പോവില്ല. അപ്പം അങ്ങനെ വരുമ്പം ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഇപ്പം അത് ഈസി ആക്കിയിട്ടുണ്ട് ChatGPT. സോ ഐ എം നോട്ട് സെയിങ് യു ഷുഡ് ജസ്റ്റ് സിംപ്ലി ബ്ലൈൻഡ്ലി ഫോളോ ChatGPT. പക്ഷേ ആ ഒരു ഇനിഷ്യൽ ഇൻഫർമേഷന് യു ടൈപ്പ് ഇൻ, ഇറ്റ് വിൽ ഗീവ് certain details and certain keywords അതിൽ വരും. അത് then you can like go and research and learn. So it's a very important point. സാർ പറയുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സെർച്ചിന്റെ ഭാരം ലഘൂകരിക്കാൻ സാധിക്കും. അതിന്റെ ഒരു ഭീകരത കുറയ്ക്കാൻ പറ്റും. അപ്പൊ ശരിക്കും ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മൾട്ടിമീഡിയ ബേസ്ഡ് ഡേറ്റ ഇത്രയും ഇണണ്ടേറ്റ് ആയിട്ട് തലയ്ക്ക് വെക്കുന്നതിന് പകരമായിട്ട് പോയിന്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഡേറ്റയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അൺലേൺ റീലേൺ കുറെ കൂടി സുഗമമായിരിക്കും എന്നുള്ള കാര്യമാണ്. എന്നിട്ട് അതിൽ ChatGPT നോർമലി വി നോ ലൈക്ക് ആ ഒരു ഇനിഷ്യൽ ക്വസ്റ്റ്യൻ കൊടുത്താൽ അതൊരു ഡേറ്റ തരും. ദെൻ യു ക്യാൻ ഓൾസോ ഡ്രിൽ ഡൗൺ. ഐ വുഡ് സേ മേ ബി വൺ മോർ ടൈം യു ഷുഡ് ഡു. അതർവൈസ് ഒരു 2 ഇറ്ററേഷന്റെ നിർത്തുക. അല്ലെങ്കിൽ ആ ഫസ്റ്റ് കിട്ടുന്ന ആ കീ വേർഡ്സ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഗോ ആൻഡ് ഡു റിസർച്ച് ആൻഡ് ലേൺ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതും ഇതിനകത്ത് അടിച്ചാൽ കിട്ടും, ബട്ട് ഇത് ക്രിസ്പായിട്ടേ വരുള്ളൂ. ലൈക്ക് ശരിക്കും ഒരു ലൈഫ് ലോങ് ലേണിംഗിൽ വളരെ ടെക്നോളജിക്കൽ ഇമ്പാക്ട് നമ്മൾ സംസാരിക്കുന്നത്. ടൈം സേവിങ്. ഇപ്പം ചൈനയിലൊക്കെ PhD 9 മാസം കൊണ്ട് റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് എടുക്കാം. കാരണം ആ ഒരു പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ടൈം ചെലവാകുന്നത് ഈ ഡേറ്റ കളക്ഷൻ, റിസർച്ച്, എവറിത്തിങ്. ഇതാകുമ്പോഴത്തേക്ക് ആ ലിങ്ക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പൈലറ്റ് ഓർ ലേറ്റസ്റ്റ് ടെക്നോളജീസ് വിൽ സമ്മറൈസ് ഇറ്റ് ആൻഡ് ഗീവ്. എന്നിട്ട് അതിന്റെ റിസർച്ച് പേപ്പർ ഉണ്ടാക്കി തരും. അതാണ് ആ ഒരു എഫക്റ്റീവ് യൂസ് ഓഫ് ദ ടെക്നോളജി, ബട്ട് നോട്ട് ഫുള്ളി ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്. പക്ഷെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ വളരെ പലപ്പോഴും നമ്മൾ കാണുന്ന ഹ്യൂമൻ ബീയിങ്സ് വളരെ സ്റ്റേറ്റസ് കോ സെൻട്രിക് ആണ്. അതായത് ഒരു കാര്യം പഠിച്ചു, ഈ കാര്യം എനിക്കറിയാം, ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റസ് കോയിൽ നിന്ന് മാറി ആ ചേഞ്ച് ആഗിരണം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഈവൻ വളരെ നമ്മൾ ഇപ്പോൾ ഈ കല്യാണം പോലെയോ അല്ലെങ്കിൽ ജന്മം പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ്, സന്തോഷമായ കാര്യമാണെങ്കിലും അതിനകത്തൊക്കെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഈ സന്തോഷം വരുന്നത്. അപ്പോൾ സ്റ്റേറ്റസ് കോയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു ലൈഫ് ലോങ് ലേണിങ്ങിൻ്റെ ഒരു ഡിഫിക്കൽട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരത് എന്തുകൊണ്ട് സ്വീകരിക്കണം? വേണമെന്നില്ല. അഗെയിൻ ഇറ്റ്സ് യുവർ ഡിസിഷൻ. ബട്ട്
അതിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോൾ ഇപ്പം എനിക്ക് ഇത്രയൊക്കെ മതി, ഞാൻ ഇത് വെച്ചിരുന്നോളാം എന്ന് വെച്ചാൽ you should also realize the fact at some point you will be irrelevant. Complete irrelevant, obsolete ആയി പോകും. പിന്നെ ആ മൊമെൻറ്റിൽ നമ്മൾ നോക്കിയിട്ടോ ഇനി ഞാൻ പഠിച്ച് എത്തിച്ചോളാം എന്ന് വെച്ചാൽ യു വോണ്ട് ഗെറ്റ് ടൈം. പഴയ കാലത്തില്ല, ബീങ് എ മെയിൻ ഫ്രെയിം ഡെവലപ്പർ അന്നൊക്കെ ഞാൻ തുടങ്ങിയപ്പം ആ ഒരു ലൈക്ക് DB2 കോബോൾ വെച്ച് വർഷങ്ങളോളം നമുക്ക് പോകാം, വേറെ ഒന്നും നോക്കണ്ട. ഇന്ന് അങ്ങനല്ല. ദ ഷെൽഫ് ലൈഫ് ഓഫ് എനി ടെക്നോളജി, ഈവൻ ലേണിംഗ് ഈസ് കൊളാപ്സിങ്. അപ്പം അത് ആ ടൈമിൽ പഠിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ക്യാച്ചപ്പ് ഇസ് നോട്ട് ഈസി. അല്ലെങ്കിൽ ഇത് വിടണം, കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഗോ ആൻഡ് ലേൺ എ ന്യൂ ടെക്നോളജി അല്ല ന്യൂ ഡൊമൈൻ. അപ്പോൾ അത്രയും ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഒരിക്കലും ചിന്തിക്കില്ല, അന്ന് വിടത്തില്ല. ദേ വിൽ കീപ് കണ്ടിന്യൂസ്ലി ലേൺ. ഇതിൽ വേറൊരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനറേഷൻ Z ആൻഡ് ആൽഫ ജനറേഷനൊക്കെ പറയുന്ന ചില വൈ ഷുഡ് ഐ ലേൺ നൗ, അതായത് ഞാൻ ഇപ്പോൾ എന്തിനാ പഠിക്കുന്ന ആവശ്യം, ഞാൻ വെൻ ഐ വോണ്ട് ടു യൂസ് ദിസ് ഐ വിൽ ലേൺ ഇറ്റ്. നമുക്കിപ്പോൾ സെക്കൻഡറി ലെവലിലും ടെർഷ്യറി ലെവലിലും ഈവൻ സംടൈംസ് പ്രൈമറി ലെവലിലും ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലേൺ ചെയ്യാനുള്ള സാമഗ്രികളും ടൂൾസും AI പോലത്തെ പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ ആവശ്യമില്ലാതെ ഈ പൈത്തഗോറസ് തിയറവും A+B² ഒക്കെ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? വി വിൽ ഫേസ് ഇറ്റ് ആസ് വി കം ടു ഇറ്റ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ജനത പോവുകയല്ലേ? അതെ, അതിൽ പക്ഷേ സാർ ആ ഒരു ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഇഫ് ഐ ക്യാൻ പുട്ട് ഇറ്റ് ഫ്രം എ ഡിഫറെൻറ്റ് ആംഗിൾ. ഓക്കെ, ഇപ്പോൾ ഒന്നും പഠിക്കുന്നില്ല, ബട്ട് വാട്ട് വിൽ യു ഡു ഡ്യൂറിങ് ദാറ്റ് ടൈം? അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ? സംതിങ് യു ഹാവ് ടു ഡു. ഞാൻ രാവിലെ എണീച്ച് വീട്ടിൽ ഇരിക്കുക, എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. സോ ആ പ്രോസസ് ഇസ് എ സോർട്ട് ഓഫ് എ സ്കില്ലിങ് ഓർ എന്താ പറയുക, ആ ഒരു ലൈക്ക് ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ശ്രമിക്കുക, അത് നമുക്കൊരു കണ്ടിന്യൂസ്ലി റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ലേണിംഗ് സുഗമമാവൂ. ഇപ്പം ഞാൻ പഠിക്കുന്നില്ല, അത് വരുമ്പം ആ ഒരു പർട്ടിക്കുലർ ഇത് വരികയാണെങ്കിൽ അല്ലെ ജോലി കിട്ടുമ്പോൾ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ then what are you doing now? എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം ആ ഒരു പ്രോസസ്സിലോട്ട് കൊണ്ടുവരണം. അല്ലെ ആ ടൈമിൽ പോയി ബൈ ദ ടൈം ഏജ് ഓൾസോ വുഡ് ഹാവ് ഗോൺ. അപ്പം പഠിക്കാൻ നോക്കിയാൽ യു മേ നോട്ട് ബി ഈവൻ വാട്ട് യു കോൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പോലും കിട്ടിയെന്ന് വരത്തില്ല. ഒരു ഇത് വായിക്കാൻ ഈവൻ ഇഫ് ChatGPT അടിക്കാൻ നോക്കിയാൽ അത് ചിലപ്പം 3-4 പേജ് അത് എഴുതി കാണിക്കും, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു. അത് വായിക്കാനുള്ള ക്ഷമ പോലും ഉണ്ടാവില്ല, ബിക്കോസ് യു ആർ നോട്ട് ട്യൂൺ ടു ദാറ്റ്. അതെ, ഒരു പേഷ്യൻസ് ഇല്ലായ്മ ഇതിൽ. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശരിക്കും നമ്മുടെ ലേണിംഗ് ഓക്കെ, അതായത് കണ്ടിന്യൂസ് ലേണിംഗ്, ലൈഫ് ലോങ് ലേണിംഗ്, ഡൈനമിക് ലേണിംഗ്, ഈ മൂന്ന് പാരാമീറ്റർ കണ്ടിന്യൂസ് ലേണിംഗ് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. ഈ പറയുന്ന ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് പോവുക. ഓക്കെ, ആൻഡ് ആസ് നീഡഡ് യു ക്യാൻ ഗോ ഇൻ ഡെപ്ത് ആൻഡ് ഡു ദാറ്റ്. അല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഇപ്പോൾ ആ ട്രെൻഡ് മാറി വേറെ ഒന്നാണെങ്കിൽ ബട്ട് യു ഷുഡ് അറ്റ്ലീസ്റ്റ് കീപ് എ ട്രാക്ക് ഓഫ് ദാറ്റ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പല ഞാൻ ഒരു ഓർഗനൈസേഷനും പേരെടുക്കാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും അതായത് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസും ട്രാൻസ്നാഷണൽ ഓർഗനൈസേഷൻസിലും ഒക്കെ നമ്മൾ കാണുന്നൊരു പ്രവണത പുതിയ പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ പുതിയ മെത്തഡോളജീസ് അല്ലെങ്കിൽ പുതിയ പുതിയ ലേണിംഗ് ആഗിരണം ചെയ്യാത്തത് കൊണ്ട് ആൾക്കാർ റിഡൻഡൻ്റ് ആയി പോകുന്ന ഒരു കാഴ്ച നമ്മൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മനുഷ്യരെ തന്നെ വേറൊരു കാഴ്ചപ്പാടിൽ കണ്ട് ജോലി പോയി അല്ലെങ്കിൽ ജോലി ഇല്ലാതായി എന്ന് പറയുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ജോലി പോയത് അദ്ദേഹത്തിന് ഒരു ലൈഫ് ലോങ് ലേണിങ്ങിന്റെ ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതിനാലാണ് എന്ന് വരാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഈ കണ്ടിന്യൂസ് ലെവൽ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ഡൈനമിക് ലേണിംഗ് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അതിൽ ഏറ്റവും കീ ആയിട്ടുള്ള പോയിന്റ് ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോഴത്തെ സാറ് പറഞ്ഞ ജെൻസി ആൻഡ് ഓൾ ദേ വോണ്ട് സിറ്റ് ആൻഡ് ഈ ബുക്ക് മുഴുവൻ വായിച്ച് പഠിക്കാനൊന്നും പോകത്തില്ല. ചില ഇപ്പോഴത്തെ പിള്ളേരുടെ സൂപ്പർ അറ്റ് ഹൈ ലെവൽ ചോദിച്ചാൽ എനി ടോപ്പിക് ദേ മേ ആൻസർ, ദേ വിൽ ടെൽ. ഇൻ ഡെപ്ത് പോകുമ്പോഴേ ഉള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നോക്കി വിച്ചവർ മേ അവർ ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ChatGPT ഏതാണെങ്കിലും, പക്ഷേ അത്രയും ഒരു ആപ്റ്റിറ്റ്യൂഡ്, ആ ഒരു ലേണിംഗ് ആപ്റ്റിറ്റ്യൂഡ് യു ഷുഡ് നർച്ചർ. അതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടി, ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇത്രയും നാൾ പോകും, അടുത്ത 5 വർഷം ഞാൻ ഒന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 6th year ബിഗിനിങ് യു വാണ്ട് ടു കാച്ച് അപ്പ്, നോ, യു വിൽ നോട്ട് ബി പ്രിപ്പയർഡ്. അങ്ങനെ ഒരു ആ ഒരു ചാൻസേ ഇല്ല. യു വോണ്ട് ബി ഈവൻ എക്വിപ്ഡ് ഫോർ ഡൂയിങ് ദാറ്റ്. വേറൊരു ആസ്പെക്ട് ഞാൻ കാണുന്നത് ഈ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും സം പീപ്പിൾ കോൾ ഇറ്റ് ട്രെയിനിങ്, സം പീപ്പിൾ കോൾ ഇറ്റ് ലേണിംഗ്. ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് ഈസ് ദ കീ. നമ്മൾ അറിവ് നേടുക എന്നുള്ളത്. ലേണിംഗ് എന്ന് പറയുന്ന ഒരു ലേണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ പലപ്പോഴും ആ ലേണിംഗ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെയോ
ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്വം മാറുന്നു. മാറും. അതായത് ഇൻഡിവിജ്വലിൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ ഒരു കമ്പനിയുടെയോ ആ സൊസൈറ്റിയുടെയോ രാജ്യത്തിൻ്റെയോ ഒക്കെ ഇതായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണ്? ലേണിംഗ് ഒരു ലേണറുടെ It's റെസ്പോൺസിബിലിറ്റി. an individual responsibility. You should own that learning and you should put effort in learning that. അതിലിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആ മീഡിയം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം അറ്റ്ലീസ്റ്റ് ദർ ആർ കോൺഫറൻസസ് ഹാപ്പനിങ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ലൈക്സ് ഓഫ് യുവർ വാട്ട് യു വാണ്ട് ടു ഡു. മാനേജ്മെന്റ് കോൺഫറൻസ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, ടെക്നോളജി ഡൊമൈൻ. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഗോ ആൻഡ് അറ്റൻഡ് ദാറ്റ്. 1 day അല്ലെ 2 day അത്രയും പൈസ കൊടുത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് ആ ഒരു 45 minutes സംബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് എ ടോപ്പിക്. ആ 45 minutes കേട്ടാൽ യു വോണ്ട് രജിസ്റ്റർ എവറിത്തിങ്. അതിലൊരു certain ആസ്പെക്ട്സേ നമുക്ക് ഓർക്കാനും പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്യാനും പറ്റുള്ളൂ. പക്ഷെ ആ ഒരു 45 minutesനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്ത 15 minute സാധനങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 15 minutes വാട്ട് എവർ വി അബ്സോർബ്ഡ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് 10 ബുക്കും വായിക്കേണ്ടി വരും, 4-5 മാസം എടുക്കും. അപ്പം ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ദാറ്റ് യു ഷുഡ് ഡു. ഇപ്പം കുത്തിയിരുന്ന ബുക്ക് മുഴുവൻ വായിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ കോൺഫറൻസ് യു ഷുഡ് പിക്ക്. ദർ ആർ പീപ്പിൾ ഹു പിക്ക് ആൻഡ് സെലക്ട് കോൺഫറൻസസ് ആൻഡ് ഗോ ആൻഡ് അറ്റൻഡ് ദാറ്റ്. ആ 2 ദിവസത്തെ അല്ലെ 1 ദിവസത്തെ കോൺഫറൻസിൽ there are 3 speeches and some 3 panelists ഉണ്ടെങ്കിൽ അത്രയും കേട്ട് കഴിഞ്ഞാൽ ആൻഡ് അഗെയിൻ ഇത് ലിസണിങ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഹിയറിംഗ് ടു സംതിങ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം യു റീഡ്. അപ്പോൾ ആ ഇമ്പാക്റ്റ് ഉണ്ട്. അത്രയെങ്കിലും ചെയ്യണം. ദെൻ അറ്റ്ലീസ്റ്റ് ആ ട്രെൻഡ്സ് കിട്ടും. ദെൻ യു ക്യാൻ ഡു. സാർ ഈസി ആൻഡ് എഫക്റ്റീവ് മെക്കാനിസംസ് അവൈലബിൾ നൗ. ഇനിയും വരുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് അതുപോലെ യൂട്യൂബിൽ യു സബ്സ്ക്രൈബ് ആൻഡ് ഇപ്പം യാത്ര ചെയ്യാണ്, ഇത് ആ ഒരു സ്പീച്ച് സുഖമായിട്ട് കേൾക്കാം. ആൻഡ് ഇറ്റ്സ് യൂട്യൂബ് ഈസ് വെരി അഡ്വാൻറ്റേജ് ബിക്കോസ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 18 minutes. അതിൽ കൂടുതലൊന്നും അവർ സമ്മതിക്കില്ല. അങ്ങനെ ഒത്തിരി മീഡിയ ഉണ്ട്. ബട്ട് വാട്ട് യു സെഡ് സാർ പറഞ്ഞ ശരിയാണ്. ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. വേറൊരാൾ നമ്മളെ പഴയ നാട്ടിൽ പറയുന്നത് തല്ലി പഠിപ്പിക്കാൻ പാടാം. യു ഹാവ് ടു ഓൺ ദാറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പുട്ട് എഫേർട്ട്. Certain amount of effort, which can be reading a book or any of this media, but at least that effort individual has to take and has to put. ഇപ്പോൾ സാറ് പറഞ്ഞ രത്നച്ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലേണിംഗ് ഹാസ് കംപ്ലീറ്റ്ലി ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും ഒരു ലൈഫ് ലോങ് ലേണിങ്ങിന് പ്രിപ്പയർ ആയിരിക്കണം. ആ ലൈഫ് ലോങ് ലേണിങ്ങിലൂടെയാണ് നമ്മൾ ലേണിംഗ് ലീഡർഷിപ്പിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ ചെന്നെത്തുക എന്നുള്ളതാണ് സാർ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കത്തിൽ പറയുന്നത്. വളരെ നന്ദി സാർ. താങ്ക് യു.